സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഗന്ധർവൻ പാട്ടുമായിട്ടാണ് പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചുണക്കുട്ടികൾ എത്തിയിട്ടുള്ളത്. ആദ്യം നമുക്ക് അവരുടെ പാട്ടൊന്ന് കേൾക്കാം. കാരണം ഒരു മൊഴിയാലേ എന്നോട് പറയുക പരമാർത്ഥം. ഒരു മൊഴിയാലേ എന്നോട് പറയുക പരമാർത്ഥം. കാന്തനെന്നെ വെടിഞ്ഞു പോയതിനന്നു നൽകതി ഖേദമെന്നുടെ ശാന്തമാം ഹൃദയം കരിച്ചു പുകച്ചിടുന്നു മനോഹരി. കാന്തനെന്നെ വെടിഞ്ഞു പോയതിനന്നു നൽകതി ഖേദമെന്നുടെ ശാന്തമാം ഹൃദയം കരിച്ചു പുകച്ചിടും അടിപൊളിയായിട്ട് പാടി. ഗന്ധർവൻ പാട്ടിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ആരാണ് പറയുന്നത്? നമ്മുടെ സാർ പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ പ്രിജു സാർ അവിടെ ഉണ്ട്. സാറിനൊന്ന് ഉറക്കെ വിളിച്ചാൽ മതി. പ്രിജു സാർ, പ്രിജു സാർ സ്നേഹത്തോടെ ഇങ്ങോട്ട് വരണം. പിള്ളേർ വിളിക്കുന്നത് കേട്ടില്ലേ? പറയൂ, ഗന്ധർവൻ പാട്ടിനെ കുറിച്ച്, ഇവരുടെ കോസ്റ്റ്യൂമിനെ കുറിച്ച് ഒക്കെ ഒന്ന് പറഞ്ഞാൽ. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ കോട്ടയം ബോർഡറിലൊക്കെ ഉണ്ടാവും ഉള്ളൊരു കലാരൂപം ഗന്ധർവൻ പാട്ടെന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ സ്റ്റേജുകളിലൊക്കെ കുറേ പാട്ടുകൾ കേട്ടപ്പം അന്വേഷിച്ച് പോയപ്പോഴാണ് അതിന് കുറച്ചുകൂടെ എന്താ പറയുക പ്രാചീനമായൊരു സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ആ രീതിയിൽ എടുത്തതാണ്. അപ്പോൾ കലോത്സവമാണ് വന്നിട്ടുമില്ല ഈ പാട്ട്. അപ്പോൾ ഉടുക്ക് വെച്ചിട്ടുള്ള പാട്ടുകൾ പ്രത്യേകിച്ച് വന്നിട്ടില്ല. പിന്നെ ഗന്ധർവൻ പാട്ട് കോൺസെപ്റ്റേ ഇല്ല, അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ തെക്കേ കേരളത്തിൽ കുറേ ഗന്ധർവൻ പാട്ടുകൾ, കേന്ദ്രവൻ പാട്ടെന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ട്. അപ്പോൾ പിന്നെ കാമദേവൻ്റെ കഥയാണ് പറയുന്നത് മൊത്തം. അപ്പം കുറച്ച് നമ്മൾ എന്താ പറയുക, രതിദേവികളെ കുറേ യക്ഷികളെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ആ കോസ്റ്റ്യൂമിൻ്റെ ഒരു സ്ട്രക്ചർ അതാണ്, യക്ഷികളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ സുന്ദരികളായിട്ടുള്ള കുറേ യക്ഷികളാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് യക്ഷികളൊന്ന് സ്വയം പരിചയപ്പെടുത്തിയാൽ നല്ലതായിരുന്നു. പറഞ്ഞോ. അഹല്യ, നജ്മ, ഹസ്ന, ആതിര, മീവൽ, ആയിഷ, മറിയ. കോസ്റ്റ്യൂമിൻ്റെ പിന്നിൽ ആരോ സാറിൻ്റെ ആണോ പ്രവർത്തിച്ചത്? കോസ്റ്റ്യൂം നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ പാടിയപ്പോൾ സന്തോഷം തോന്നിയോ? മൊത്തമായിട്ട് നല്ല രീതിക്ക് പാടാൻ പറ്റിയോ? അതെ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് നമുക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇത്രയും ദിവസത്തെ എഫേർട്ടൊക്കെ വളരെ പേ ഓഫ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വളരെ സന്തോഷമുണ്ട് നമുക്ക്. കേട്ടപ്പോൾ തന്നെ മനസ്സിലായ ഒരു കാര്യം, പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സോങ് ആണ്. അപ്പോൾ അത് പഠിക്കാനായിട്ട് നല്ല സമയമെടുത്തു. എങ്ങനെയാണ് പഠിക്കാനായിട്ട്? എല്ലാ ദിവസവും കണ്ടിന്യൂസ് പ്രാക്ടീസ്. സാറ് വരും, നമ്മൾ ഒരു ദിവസം തന്നെ 7 പ്രാവശ്യം നന്നായിട്ട് പാടി അങ്ങനെ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തതാണ്. എത്ര സമയമെടുത്തു പഠിച്ചെടുക്കാൻ? നമ്മൾ സബ് ജില്ല ടൈം അങ്ങനെ അതിന് മുമ്പേ തുടങ്ങിയതാണ്. സബ് ജില്ലയ്ക്ക് മുമ്പേ ഒരു 2-3 മാസം മുമ്പേ തുടങ്ങിയതാണ്. അപ്പോഴേ തുടങ്ങിയാലേ നമുക്കറിയാൻ പറ്റും ഇങ്ങനെ ഇത്രയും നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സാർ അപ്പോഴേ വന്ന് നമ്മുടെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ നന്നായിട്ട് ഇതാക്കിയാണ്. സബ് ജില്ലാ മത്സരങ്ങളൊക്കെ കടുപ്പായിരുന്നോ? അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവിടുന്ന് കയറിയാണ് ഇങ്ങോട്ട് വന്നത്. ഒറ്റ ചോദ്യം കൂടി, തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. കപ്പ് എടുക്കുമോ? കപ്പ് എടുക്കുമായിരിക്കും എന്നാണ് വിശ്വാസം. തൃശ്ശൂരാണ് ഇപ്പോൾ ഉള്ളത്. തൃശ്ശൂരേര് വിട്ടുതരില്ല എന്നാ പറയണേ. നമുക്ക് നോക്കാമല്ലോ എന്താണ്. ശുഭാപ്തി വിശ്വാസമുണ്ട്. അതെ, ഉറപ്പായും ഉണ്ട്. കപ്പ് എടുക്കുമെങ്കിൽ ഉറക്കം ഇപ്പൊ പറയണം, കപ്പ് എടുത്തിട്ടേ പോവുള്ളൂ. അപ്പോൾ തിരുവനന്തപുരം കപ്പ് എടുക്കുന്നതാണ് തിരുവനന്തപുരം പറയുന്നത്. തൃശ്ശൂരുകാർ പറയുന്നത് കപ്പ് വിട്ടുകൊടുക്കില്ല എന്നാണ്. എന്തായാലും അവരുടെ ആഗ്രഹം പോലെ അവർക്ക് കിട്ടട്ടെ എന്നും തൃശ്ശൂർ വിട്ടുകൊടുക്കാതിരിക്കട്ടെ എന്നും നമുക്ക് നോക്കി തന്നെ മനസ്സിലാക്കണം. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.